തായ് പിങ്ക് വെറൈറ്റി അല്ലേ? കായല് 100 രൂപ. 100 രൂപ കൊടുക്കല്ലേ? തായ് പിങ്ക് ടവർ മുന്തിരിയാണ് നോക്കുന്നുണ്ട്. ഇതന്നെയാണോ? അതെ, സെയിം. സെയിം ആണ്. ഇതിപ്പോ എന്താ പറയാ, മുന്തിരി എന്തെങ്കിലും മുന്തിരിന്റെ കഥ എങ്ങനെ വെച്ചാല് ജ്യൂസിന്റെ കറക്റ്റ് ഇതേപോലെ ഒരു ബലുള്ള ലീഫ്. മറ്റേത് കണ്ടില്ല എങ്ങനെ ലീഫ് തന്നെ വർക്ക് വരുന്നുണ്ടല്ലോ. വർക്കും വരും. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലുള്ള ലിയ ഗാർഡനിലാണ്. നമ്മുടെ നൗഷാദിന്റെ ലിയ ഗാർഡനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് രാവിലെ ഏതാണ്ട് ഒരു 8 മണി ആയപ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇവിടെ പുതുതായിട്ട് 2 പുതിയ ലോഡുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് തന്നെ കാണാം, മാക്സിമം ശ്രമിക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടെ തന്നെ കൂടെ കൂടിക്കോളൂ കേട്ടോ. അതേപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിയ ഗാർഡൻ മലപ്പുറം പറയാൻ കാരണം വെച്ചാൽ പിന്നെ ആൾക്കാർ അരികൂടൊക്കെ പോയി നിന്നാണ്. ഇങ്ങനെ ഇന്നലെ വന്നോലും കൊയിലാണ്ടി വന്നോലൊക്കെ അരികൂടെ പോയി നിന്നോണം. ലൊക്കേഷൻ ഒന്നും തെറ്റുന്നുണ്ടല്ലോ? തെറ്റണം, അത് ഫസ്റ്റ് പറയാന്നുള്ളൂ. ലിയ ഗാർഡൻ മലപ്പുറമാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് NP ലിയ ഗാർഡൻ വെച്ചാൽ നേരെ വരും. കറക്റ്റ് ലൊക്കേഷൻ. ഇനി ലൊക്കേഷൻ അറിയാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പുതിയ ലോഡ് വന്നിട്ടുണ്ടല്ലോ? പുതിയ ലോഡ് എന്താ വെച്ചാല് നമ്മള് തിരുവനന്തപുരത്തേക്കുള്ള 20-ാം തീയതി തിരുവനന്തപുരം പോകുന്നുണ്ട്. അത് ഈ വരുന്ന 20-ാം തീയതി തിങ്കളാഴ്ച വെള്ളി 2 ദിവസം തിങ്കളാഴ്ച രാവിലെ പോകും. അപ്പൊ ഞായറാഴ്ച വൈകുന്നേരം വരെ നമ്മൾ ഓർഡർ എടുക്കും. ഞായറാഴ്ച വൈകുന്നേരം വരെ മാക്സിമം എടുക്കും. വല്യണ്ടി അതുകൊണ്ട് ഉണ്ടാവും, ക്യാപ്പ് ഉണ്ടാവും. ഈ വണ്ടിയായിട്ടാണ് പോകുന്നത്. വല്യണ്ടിയാണ്. അപ്പൊ നമ്മള് എന്താ വെച്ചാല് കാര്യമായിട്ട് അവർക്കും വേണ്ടി കുറച്ച് കൊടുന്നതിന് വലിയ കാലാപ്പടികളൊക്കെ 100 കാലാപ്പടി വന്നേനു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത ട്രിപ്പ് പിന്നെ വന്നാണ് ഇപ്പൊ പുതിയ. ഓക്കെ, നമുക്ക് ഇപ്പൊ തിരുവനന്തപുരം ലോഡിൽ സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ പറ്റിയ അതേപോലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാൻ പറ്റിയ ഓഫറുകൾ എന്തൊക്കെയാണ്? ഓഫറുകൾ വലിയ മെയിൻ കാലാപ്പാടി, അതേമാതിരി അങ്ങനത്തെ കാട്ടിമൂണൊക്കെ മാങ്ങുള്ള പൂട്ടൊക്കെ സൈസ് ഉണ്ട്. ഒക്കെ 800 നല്ല കാട്ടിമൂണൊക്കെ പൂട്ട് നല്ല സൈസ്, കടവണ്ണൊക്കെ നല്ല വണ്ണുള്ള സൈസ് 800 രൂപ. ഈ കാണുന്നതൊക്കെ 800 സൈസാണ്. അത്യാവശ്യം കടവണ്ണുള്ള സൈസ് ഒക്കെ അല്ലേ? നല്ല പൂട്ട സൈസാണ് അധികം ഒക്കെ പൂവുണ്ട്. അതുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ പൂവ് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇതിലിപ്പോ മെയിൻ ആയിട്ട് മാവിന്റെ വെറൈറ്റികളാണോ ഈ ഒരു വണ്ടി ഫുൾ ആയിട്ടുള്ള? ഏതൊക്കെയുണ്ട് നമ്മളിതില്? നാംബ്ലോക്ക് വലുതുണ്ട്, നല്ല ബുഷായതുണ്ട്. ഇത് കണ്ടില്ലേ, 1500 രൂപ. അടിപൊളി സാധനം, നല്ല ബുഷായത്. ഇതിൽ തന്നെ നമ്മൾ 800 ഉണ്ട്. നാംബ്ലോക്ക് നമ്മൾ സാധാ കൊടുക്കുന്നുണ്ട് 800 വേണ്ടവർക്ക് എടുക്കാം. ഇത് ഇപ്പൊ എത്ര വരുന്നത്? 1500. നല്ല അതിലെന്തെങ്കിലും ചെറുമട്ടത്തിൽ കുറയ്ക്കാണ്ടാവോ? അത് എന്തെങ്കിലുമൊക്കെ വരുമ്പോ നമുക്ക് ചെറിയൊരു കുറക്കല്ല. കലാപ്പടി ഇതല്ല, ഇഷ്ടം പോലെ വേറെ ഇറങ്ങാണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ചെറിയ ലാഭത്തിൽ വേഗം കൊടുക്കുക. അതുകൊണ്ട് തന്നെ സാധനം കഴിഞ്ഞാണ്. ഇപ്പൊ അതായത് നമ്മള് സ്റ്റോക്ക് വെച്ചോണ്ടിരിക്കുന്നില്ല. വന്നത് ഇപ്പൊ കുറെ കഴിഞ്ഞു തുടങ്ങി. 100 പീസ് വന്നേനു. പക്ഷെ കുഴപ്പമില്ല, 100 പീസ് അതിൽ ഇറങ്ങാണ്ട്. ഇതിലിപ്പോ പുതിയ ലോഡിൽ ഇറങ്ങാനുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? ഇത് 800 രൂപ ഉള്ളൂ. ഈ ഒരു സൈസ് അല്ല? ഇത് നല്ല ശരിക്കും 1000 രൂപ വിൽക്കണം. പക്ഷെ 800 നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ലാഭത്തില് ആണ് കൊടുക്കുമ്പോ കൊടുത്തണ്ട് സെയിൽ തീർക്കാം. നമ്മളെല്ലാ സാധനം വില പറയേണ്ടതാ. കാരണം വെച്ചാൽ ചെറിയ ലാഭത്തിൽ കൂടുതൽ. അതുകൊണ്ട് നമുക്ക് കണ്ടറിയാലോ. നമ്മളിപ്പോൾ ഇന്നലെ മിഞ്ഞാന്ന് 2 ലോഡ്, 4 ദിവസം മുന്നൊക്കെ 2 ലോഡ് 2 വണ്ടിയും പോകുന്നുണ്ട്. ഒരു വണ്ടി ഫസ്റ്റ് ഇത് കൊടുന്ന് നിർത്തും, പിന്നെ അടുത്ത കാലിയാണ് പോകും, നിറച്ച് വരും. അങ്ങനെയായിരുന്നു. ഇതാണ് ആന്ധ്രൻ്റെ. അതായത് നമ്മളേ കണ്ടില്ലേ, വലിയ മരത്തുമ്മ കയറുന്നമാര് കയറാം. അടിപൊളി മാവാണ്, നല്ല രസമുള്ള മാവാണ്. പെരുക്ക് രസാലു, ചിന്ന രസം, ഇത് 4 ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് ഇപ്പൊ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? നമ്മൾ 7 രൂപ കൊടുക്കണം. 7 രൂപയ്ക്ക്. ഇപ്പൊ 7 രൂപയ്ക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കില്ലല്ലോ. ഇവിടെ വന്നെടുക്കണവർക്ക് 7 രൂപയ്ക്ക്. പിന്നെ എത്തിക്കാനാണെങ്കിൽ കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ വരും. എന്താ വെച്ചാൽ ഇത് വലിയ കീസാണ്. എന്തായാലും 2 ആൾ പിടിക്കുക, 4 ആൾ പിടിച്ച് വെക്കൊക്കെ വേണ്ട. അപ്പൊ എന്നാലും ചെറിയ ചാർജ് നമ്മൾ കൂട്ടും. ഓക്കെ, ഇതിനിപ്പോ കവർ സൈസ് എത്ര വരുന്നത്? ഇത് 30-30 വെച്ചത്. ഇതിപ്പോ ഇതിപ്പോ ചെറിയ 200 അരന്റെ നീല ഡ്രം ആണെങ്കിൽ 16 രൂപയാണ്. എല്ലാവരും 10,000 10 മേൽക്കത്തി വില. സെപ്പറേറ്റ് വേണമെങ്കിൽ അതും കൊടുക്കാം. ഡ്രം ഇഷ്ടം പോലെ ഉണ്ട്. അതിലിപ്പോ ഇതില് ഇതേമാതിരി മല്ലിക കഴിഞ്ഞ് വരാണ്ട് കേട്ടോ. ഒരാഴ്ച മല്ലികയൊക്കെ വരാണ്ട്. പുതിയ സ്റ്റോക്ക് ഇന്നലെ പോയതാണ്. വലിയ മല്ലിക പോയതാണ്. അപ്പൊ കാണാം. അതിന്റെ തന്നെ വേണമെങ്കിൽ തോത്താപ്പുരി നല്ല വലുതുണ്ട്. അതും വില തന്നെ. അതിപ്പോ നമ്മള് കുറച്ച് മാങ്ങ കഴിയുമ്പോ അർത്ഥതാണ്. പോയത്തപ്പോ ഇത് തോത്താപ്പുരിയാണല്ലോ വെറൈറ്റി. അത്യാവശ്യം മാങ്ങയോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടുമല്ലേ? ഉണ്ട്. ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ? അത് ഈ വില തന്നെ 7 രൂപ വരും അല്ലേ? എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കുറക്കും. ചെറുമട്ടത്ത് കുറക്കല്ലേ? ഒരു 2-3 പ്ലാന്റ് എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുത്തൂടെ? പിന്നെ ഇവിടെ നമ്മളെ ബുഷ് ഓറഞ്ച് ഇരിക്കുന്നുണ്ട്. ഇത് ഹൈബ്രിഡ്. ആ വലുപ്പം പിന്നെ കൊയ്ത്താലും കൊഞ്ഞാടാതെ അങ്ങനെ നിക്കണ. ഇതിപ്പോ എന്താ വെച്ചാൽ വന്നോലും ഇങ്ങനെ അറുത്ത് പോകുന്നുണ്ട്. ഇത് അത്യാവശ്യം ഫ്രൂട്ട് ഉണ്ട്. ഇതൊക്കെ എങ്ങനെയാ? 250 രൂപ. 350 ഒന്നുമില്ല, 250 രൂപ. ഈ ഐറ്റം ഉള്ളത് ഈ ഐറ്റം ബുഷായത് 250 രൂപ. പിന്നെ ഇപ്പൊ തായ് കിങ്കോങ് ചാമ്പ 250 രൂപ തന്നെ. കിങ്കോങ് ചാമ്പ. അതിന്റെ ഫോട്ടോ കാര്യങ്ങളും ഇതുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചാമ്പയാണ് തോന്നുന്നല്ലേ?
250 അല്ലേ? 250 റുപ്യ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് കുഞ്ഞടുത്ത് J33 നല്ല ബുഷായ പ്ലാന്റ്, നല്ല കടവണ്ണുള്ള നല്ല ബുഷായ പ്ലാന്റ്. ഇതിപ്പോ എത്രയ്ക്ക് കൊടുക്കുക? ഇത് 500. ഇനി ഇതിന്റെ തന്നെ ചെറുത് ഇതാ 250. രണ്ട് റേറ്റുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇനി 150 ഉണ്ട്, 150 ഉണ്ട് നമ്മള് സാധാ നമ്മള് കൊടുക്കണേ. അതായത് ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാനുള്ള സാധനം. നമ്മളെ ഭഗവ അനാറല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഭഗവ അല്ല, കായുള്ള റൊട്ടുമുണ്ട്, അല്ല കായ പിടിച്ചത് അപ്പുറത്തുണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് അങ്ങോട്ട് നിന്ന് നോക്കാം. ഭഗവ ഇതിവിടെ നമ്മളെ റിസൾട്ട് കിട്ടിയതാണ്. അല്ലാതെ ഇപ്പൊ ചെറുതിമ തന്നെ എല്ലാതും കായ്ച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ഐറ്റുകള്, അതായത് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഐറ്റിൽ കൂടുതലുണ്ട്. ഇതൊക്കെ എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇത് ബുക്കുണ്ട് 1000 എന്തായാലും ഒരു നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിലൊക്കെ 800 അടിക്കാൻ പറ്റുമോ? 800 ഇല്ലെങ്കിലും എന്തെങ്കിലും 100 റുപ്യൊക്കെ ഇതാക്കിയിട്ട് 900 അടിക്കല്ലേ? ഇതാണ് നമ്മൾ ആന്ധ്രന്റെ സണ്ണങ്കി. ഇതാണ് മരം, തെങ്ങ് ഇതായതാണ് ഈരാങ്കോട്ട അയക്കണ്, അതായത് അടി വാങ്ങാൻ കാണാൻ തുടങ്ങിക്കണം. നമുക്ക് സൈസ് ആയി വന്നു തുടങ്ങിയല്ലേ ഈ ഒരു അടിഭാഗത്തൊക്കെ. ഇതിപ്പോ നമുക്ക് ഇനിയിപ്പോ ഒരു ഷോക്ക് എങ്ങനെ വെച്ചാല് നമ്മള് ചെറിയ ഇതിലും കുറച്ചൊരു ഇതിപ്പോ 30 കവറാണ് 50, അതായത് കുറച്ചും വലിയ വലിയ കവർക്ക് വേണമെങ്കിൽ 50 അയക്കും വെക്കാൻ. ഞാൻ ഡ്രമ്മ്, അതായത് വെള്ള ടാങ്ക് മുറിച്ചിട്ട് അതിലും വേണമെങ്കിൽ വെക്കാം. അതായത് ഇപ്പൊ സ്ഥലപരിമിതിക്ക് അനുസരിച്ച് തെങ്ങ് വരെ മാറി തുടങ്ങിയിട്ടുണ്ട്. വെക്കാം. ആന്ധ്രന്റെ നല്ല സാധനം. ഇതിനിപ്പോ എന്താ വെച്ചാല് ഇതിൽ സത്യം പറയാലോ, നമ്മൾ കൊടുന്നതിൽ 2-3 ശരിക്ക് തേങ്ങകളിലൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളെന്താ വെച്ചാല് ഒരാൾ എടുത്തതാണ്. നമ്മള് തോന്നി തേങ്ങകളിൽ കൊഴിഞ്ഞടിക്കാണ്ട് ഇതാവോ വെച്ചിട്ട് എടുക്കാതെന്നാ. ഇനി മാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യക്കാർ പറയുകയാണെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അത് ഒന്ന് ഫോട്ടോ മുട്ടെടുത്തേ പറ്റുള്ളൂ. കാരണം ആ വെറുതെ നാശാക്കണ്ടല്ലോ വെച്ചിട്ട്. കാരണം നമ്മൾ അതിനാട് ലോഡ് കുത്തി കൊള്ളിച്ചു വരികയല്ലേ, അപ്പൊ അതിൽ കൂടി ഇത് വേസ്റ്റ് ആക്കണ്ടല്ലോ വെച്ചിട്ട്. അപ്പൊ ഓല് പറഞ്ഞ ഇതും നിങ്ങൾ നേരെ എത്തണേ ലേസം എല്ലും പൊടി മെറ്റ ഇട്ടുകാണ്ട് സെറ്റായി കിട്ടും പറഞ്ഞല്ലേ. ഇതിപ്പോ ഇത് നല്ല പ്ലാന്റ് ആണ്. അതായത് 2 പോയി പറഞ്ഞ കാര്യം. എന്നാൽ ഇതുണ്ട്, ഇതിന്റെ വലിപ്പം കാണുന്നുണ്ട്, ഇതിന് അയച്ചണം. ഇപ്പൊ ഇതിന്റെ ഒക്കെ റിസൾട്ട് ഒക്കെ എങ്ങനെയാണിത്? ഇത് സണ്ണങ്കി പറഞ്ഞ റേറ്റ് ഉള്ളത്. സണ്ണങ്കി നമ്മള് ഗംഗാബോണ്ടത്തിലേറെ നല്ല ഇതാണ്, ഒന്നുകൂടി ബെറ്റർ ആണ്. കാരണം എന്താ വെച്ചാല് ഗംഗാബോണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാല് അധികം ഈ ചെള്ള് ഇത് കുത്തുക. അതേമാതിരി മലേഷ്യൻ കുള്ളം പെട്ടെന്ന് ഏൽക്കും. ഈ മറ്റേ പുഴി വന്നിട്ട് ഇത് കാര്യം വിരിഞ്ഞ് മുട്ട ഇതിട്ട് ചെള്ള് കുത്തുക, പാറ്റൻ കുത്തുക അറിയില്ലേ, ആ സാധനം. ഇതിന് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലേ? സണ്ണങ്കിക്ക് പ്രശ്നമില്ല. സണ്ണങ്കി കറക്റ്റ് നമ്മൾ ചെറിയൊരു 300 തൈ വെച്ചാലും 3-ാം കൊല്ലം കായ്ക്കും. അത്ര റിസൾട്ട്. മലേഷ്യൻ കുള്ളും കറക്റ്റ് 3-ാം കൊല്ലം കായ്ക്കും. അപ്പൊ ഇതിന്റെ ഒക്കെ അത്യാവശ്യം പ്ലാന്റുകൾ ഇവിടെ കൊടുക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് സ്റ്റോക്കിൽ 2 ഉള്ളത്, 3 ഉണ്ട്. ഇനി ആവശ്യക്കാർ പറയുകയാണെങ്കിൽ എത്തിച്ചു കൊടുക്കും ചെയ്യാം. സാധനം കിട്ടും. സിദ്ധു എന്താ വെച്ചാല് ഇതിന്റെ കുറച്ച് വലുത് കിട്ടിയിരുന്നു, ഒരു 700 റുപ്യന്റെ നല്ല ബുഷായത്. അതിപ്പോ 2 നമ്മളിപ്പോ തിരുവനന്തപുരത്ത് അപ്പൊ തന്നെ മാറ്റി വെച്ചാണ്. ഓർഡർ ചെയ്ത് മാറ്റി വെച്ചാണ്. ഇതിപ്പോ എത്ര? ഇത് 250 റുപ്യുള്ളൂ. 250 നല്ലതായി. 150 വേറെ ഉണ്ട് നമ്മളെ സാധാ ചെറുത്. അത് വാങ്ങേണ്ടവർക്ക് അത് വാങ്ങാം. ഇത് ജീന എന്ന് പറഞ്ഞ മഞ്ഞ റോബസ്റ്റ് നമ്മൾ പീടിയിലൊക്കെ ഫിലിപ്പീൻസിന്റെ പയന്നാണ് വാങ്ങൂലേ. അതിപ്പോ നമ്മുടെ മണ്ണിൽ റിസൾട്ട് ഓക്കെ ആണ്. നമ്മളത് വലിയൊരു കൊല ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, വലിയൊരു കൊല വെട്ടി. അതായത് അപ്പൊ നമ്മളെ ക്ലൈമറ്റിന് ഓക്കെ ആണ്. ഇത് നല്ല കൊല വരും. ഇത് 50 റുപ്യ ഉണ്ട്. സാധാ റോബസ്റ്റ് നമ്മള് 30-നോ 300-ഒക്കെ കൊടുത്തിരുന്നു, 40-30 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ 50 റുപ്യ ഉണ്ട്. ഇതിന്റെ അത്യാവശ്യം പ്ലാന്റുകൾ വേറെ ഉണ്ട്, അവിടെ ആ സൈഡിലുണ്ട്. ഹൈബ്രിഡ് വന്നാണ് നല്ലോണം കായ പിടിക്കും. അതായത് നമ്മുടെ നോർമലിനെയും കാട്ടി ഒന്നുകൂടി കായപിടുത്തം കൂടുതലുണ്ട്. ഇതിന്റെ മദർ പ്ലാന്റ് ആണെങ്കിൽ ഇതിന്റെ മദർ പ്ലാന്റ് അല്ല, ഈ ഹൈബ്രിഡ് ആണ് വരുന്നത്. നല്ലോണം കായ പിടിക്കുന്നുണ്ട്, ശരിക്കും നമുക്ക് കാണിക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ ഇന്ന് നടക്കൂല. നമുക്കൊരു നല്ല കായ പിടിക്കാണ്, നല്ല രീതിയിൽ പൂവും വന്നിട്ടുണ്ടല്ലേ. ഇതിന്റെ ഒരു കവർ ഒന്ന് കൈ പിടിക്കുക, കാരണം സൈസ് ജസ്റ്റ് ഒന്ന് കാണാനാ. ഈ ഒരു സൈസ് ആണല്ലേ വരുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? 150 റുപ്യുള്ളൂ. 150 കൊടുക്കല്ലേ. ഹൈബ്രിഡ് വെച്ചിട്ട് നമ്മളെ റേറ്റിൽ വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലല്ലേ? ഇതിന്റെ റെഡ് ഇപ്പൊ വരുന്നുണ്ടോ? റെഡ് ഉണ്ട്, റെഡ് പിന്നെ പൂവുണ്ട്. 150 റുപ്യനുള്ള റെഡ്. ഇതാണോ ഈ ഇരിക്കുന്നതാണോ റെഡ്? റെഡ് സെയിം റേറ്റ് തന്നെയാണ്, സെയിം സൈസും ആണല്ലേ? അത്യാവശ്യം നല്ല അടിപൊളി ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ കേട്ടോ. കണ്ടോ ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടി പൂപ്പിടുത്തം കൂടുതലുണ്ട് തോന്നുന്നുണ്ടല്ലേ? പച്ചതുമായിട്ട് അത്ര ഉഷാറല്ല. അതിപ്പോ ഹൈബ്രിഡ് അയച്ചിട്ടും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇല്ല, പച്ച നല്ലോണം കായ പിടിക്കാം. റിസൾട്ടിൽ കായ പിടിക്കാനില്ല. റെഡ് എന്ന് വെച്ചാൽ നമ്മള് ഒരു 100 പൂ കിടുമ്പോ ഒരു 35-30 കായൊക്കെ പിടിച്ചാണെങ്കിൽ മറ്റേത് 100 ഉണ്ടെങ്കിൽ എവിന്റെ എടുത്ത് നമുക്ക് കിട്ടും. റിസൾട്ടിൽ അതാണ് ഓക്കെ. നമ്മളെ മുന്തിരി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് വന്നിരുന്ന മുന്തിരി നല്ല പുളി ഉണ്ടായിരുന്നു. ഇത് മധുരമുള്ള തന്നെയാണ്. ഇത് മധുരമുള്ള മറ്റേ ജ്യൂസാണ്. ഇത് റോസ് മുന്തിരിയാണ് വരുന്നത്.
ഓക്കെ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? 40 റുപ്യ. 40 രൂപയ്ക്ക് വരും അല്ലേ ഈ സൈസ് തൈകൾ? മുന്തിരിക്ക് എങ്ങനെ വെച്ചാൽ നമ്മൾ ഒരു 1.5 മീറ്റർ പോകുമ്പോഴത്തേനും ആദ്യം പൊന്തി, അതായത് നിലത്ത് വെച്ച് വലിയ കുഴിയെടുത്ത് നിലത്ത് വെച്ച് 1.5 മീറ്റർ പൊന്തി അപ്പൊ കട്ട് ചെയ്യണം ഒന്ന്. ഓക്കെ. അങ്ങനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊണ്ടേ ഇരുന്ന വേഗം പൂടും. അല്ലെങ്കിൽ ചിറ്റി കൊടുത്താലും മതി, എന്തെങ്കിലും സാധനം വെച്ച് ചിറ്റിയാലും വെച്ച് ചിറ്റി കൊടുത്താലും മതി അല്ലേ? മുല്ല, അത് നമ്മളെ മൊറായ പറഞ്ഞ വെറൈറ്റി 100 റുപ്യ. അതിന്റെ ഏറ്റവും ചെറിയ തൈകളാണുള്ളത്. പൂളൊക്കെ ഉണ്ടെങ്കിൽ പൂട്ടിങ്ങനെ പോയതാണ്. അതിന് തൊട്ട് വലുതുണ്ടല്ലോ 250. 100 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. എലിക്കോണി ഇതെന്താ വെച്ചാൽ നമ്മൾ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു ഗാർഡന്റെ സെറ്റിങ്ങിനൊക്കെ പറ്റും ഈ വീട്ടില് ഒരു ഇതിലൊക്കെ. കാരണം അതേപോലെ ഓഫീസിലൊക്കെ നമുക്ക് നടക്കല്ലേ. ഒന്നിൽ തന്നെ കൂടുതൽ മുരടുകൾ ഉണ്ട് നല്ല നല്ല കൂടുതലായിട്ടേ. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് 50 റുപ്യാണ്. എന്തെങ്കിലും 2-3 പീസ് എടുക്കുമ്പോ നമുക്കൊന്ന് ചെറുമട്ടത്തിൽ കുറച്ചുകൂടെ. യെല്ലോ വെറൈറ്റി വരുന്നുണ്ടല്ലോ. 2 കളറാണോ മെയിൻ ആയിട്ട് വരുന്നത്? ഇതിൽ അത്യാവശ്യം ഇതുണ്ട് കേട്ടോ. നല്ല പ്ലാന്റ് കണ്ടില്ലേ. ഒന്ന് തന്നെ 2-3-4 തൈകളൊക്കെ ഉണ്ട്. 40 രൂപ കൊടുക്കല്ലേ ലാസ്റ്റ്? യെല്ലോക്ക് സെയിം റേറ്റ് അല്ലേ? വെരിഗേറ്റഡ് ആണല്ലേ. ഇതിപ്പോ ഹൈബ്രിഡ് ആണോ? വെരിഗേറ്റഡ് ഹൈബ്രിഡ് വന്നിട്ടുണ്ടോ? ഹൈബ്രിഡ് ഇല്ല, ഇത് നോർമൽ തന്നെ. 250 രുപ. ഈ ഒരു തൈക്ക് 250 രൂപ. ഇഷ്ടം പോലെ വേറെ വന്നിട്ട് അവിടെ ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ ജ്യൂസ് മുന്തിരി അല്ലേ? എങ്ങനെ ഇപ്പൊ ഇത് മറ്റേ അതായത് ടവർ മുന്തിരിയാണ് ജ്യൂസ് മുന്തിരിയാണെന്ന് എങ്ങനെ തിരിച്ചറിയണേ? ജ്യൂസ് മുന്തിരി ഇങ്ങനെ, അതായത് ജ്യൂസ് മുന്തിരി ഇല ഈ ടൈപ്പ് ഇങ്ങനെ വരിക. ഇനി മറ്റേ കാണിച്ച ടവറിന്റെ ഇങ്ങനെ പിച്ചിയാ വരിക, കണ്ടില്ലേ? ജ്യൂസിന്റെ കറക്റ്റ് ഇതേപോലെ ഒരു ബലുള്ള ലീഫ്. മറ്റേത് കണ്ടില്ലേ എങ്ങനെ ലീഫ് തന്നെ വർക്ക് വരുന്നുണ്ടല്ലോ. വർക്കും വരും. അപ്പൊ മറ്റേ നമ്മളെ സാധാ മുന്തിരിക്ക് എത്രയ്ക്ക് കൊടുക്കുന്നത്? 300. ഇത് 3 മറ്റേത് 140. 140 അല്ലേ?